ആരും പോരുത്, ദയവേദ. എന്താണ് ഞാൻ കളിക്കുന്നത്? പൂവായിട്ടല്ല നിന്റെ അപ്പുറം കളിക്കണോ? ആശാനെ, അയ്യപ്പനാശാനെ, ആശാനെ, അവര് നമ്മളെ ചതിച്ചു. നമ്മൾ കൊടുത്ത കൈക്കൂലിയൊന്നും ആ തള്ളപ്പിശാചി തഹസീൽദാർക്ക് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ആനയെ ജപ്തി ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ ഈശ്വര. നിങ്ങളാണോ നിരവത്ത് കേളു നായർ അയ്യപ്പൻ നായർ? അതെ. IRDP ലോൺ എടുത്ത് വാങ്ങിയ ആനതല്ലേ? അതെ. IRDP പദ്ധതി പ്രകാരം ബ്ലോക്ക് ഓഫീസിൽ D1/346 ഡേറ്റഡ് 4/7/89 40,000 രൂപ വായ്പ എടുത്തിരുന്നോ? വായ്പാ നിബന്ധനകളെല്ലാം അന്ന് കേട്ടിരുന്നല്ലേ? അന്ന് 15 രൂപ മുദ്രപത്രത്തിൽ വായ്പയും പലിശയും 40 തുല്യ ഗഡുക്കളായി തിരിച്ചടച്ചു കൊള്ളാമെന്ന് ഒരു കരാർ പത്രം എഴുതി ഒപ്പിട്ട് കൊണ്ടിരുന്നു. അണ്ടർസ്റ്റാൻഡ്? എത്ര തവണ അടച്ചു? ഒന്നും അടയ്ക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അടച്ചില്ല? മനഃപൂർവ്വമല്ല, നിവൃത്തിയത് കൊണ്ടാ. നിവൃത്തിയില്ലെങ്കിൽ വായ്പ തിരിച്ചടക്കേണ്ടെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിന് എന്തെങ്കിലും സമാധാനം ബോധിപ്പിക്കണ്ടോ? ഒരവധി കൂടി എനിക്ക് തരണം. അവധികൾ പലത് കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡ്? ഇതേവരെ അയച്ച നോട്ടീസുകൾക്കൊന്നും നിങ്ങൾ മറുപടി തന്നിട്ടില്ല. ഈ കഴിഞ്ഞ 10 മാസമായി നിങ്ങൾ തവണകൾ മുഴുവൻ മുടക്കിയിരിക്കുകയാണ്. എന്താ ശരിയല്ലേ? ശരിയാണ്. എന്നാൽ നിങ്ങൾ വാങ്ങിയ ശ്രീവിദ്യ എന്ന ഈ ജംഗമ വസ്തുവിനെ ഒന്നായി ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ ഇതിനാൽ ഉത്തരവാകുന്നു. जाओ बेटी, जाओ, जाओ बेटी. പോയിക്കോ മോളെ. എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നമ്മുടെ സമയദോഷം എന്ന് കരുതിയാ മതി. അവള് പോയപ്പോഴാ എനിക്കും മനസ്സിലായത് ഞാനും അവളെ സ്നേഹിച്ചിരുന്നു. നീ വല്ലതും കഴിച്ചോ? നിങ്ങൾ രണ്ടാളും കഴിക്കാണ്ട് എങ്ങനെയാ? വരൂ, വരൂന്നേ. അയ്യപ്പൻ ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ സർക്കാർ നടപടികളെന്നൊക്കെ പറഞ്ഞ എപ്പോഴും ഇങ്ങനെ. ആരും സമ്മതിക്കാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ ഈ വീട് വിറ്റെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കിയാനെ. അല്ല മാഷേ, ഇനി അവളെ തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ദേവസ്വത്തില് എക്സ്പീരിയൻസ് ഉള്ള ഒരു പാപ്പാനെ വേണമെന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിലൊരു പരസ്യമുണ്ട്. ആശാന് താല്പര്യമുണ്ടെങ്കിൽ. വയ്യ മാഷേ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി എങ്ങും പോണില്ല. മിസ്റ്റർ ഫിലിപ്പോസ്, സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ്
ആനയെ പട്ടിണി കിടാൻ പറ്റൂ? അതാണെങ്കിൽ ഏതു നേരവും കിടന്ന് കരച്ചില്ല, വിശന്നിട്ട്. ആനവയറല്ലേ സാർ? പട്ടിണി കിടന്നങ്ങാൻ ചത്തുപോയാ മൃഗസംരക്ഷണ വകുപ്പുകാർ വെറുതെ വിടുവോ? എൻക്വയറി, എക്സ്പ്ലനേഷൻ, സസ്പെൻഷൻ, ആകെ പ്രോബ്ലംസ് ആയിരിക്കും. ഇതാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡെയിലി റേഷൻ. ഇത്രയും ദിവസം ഈ ലിസ്റ്റ് അനുസരിച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. ആ പൈസ പോലും സർക്കാരിന് തിരിച്ചു കിട്ടാൻ ഇനി എത്ര എഴുത്തുകൂത്ത് നടത്തണം? മാത്രമല്ല, വീടും പറമ്പും മുഴുവൻ നശിപ്പിച്ചു. വീട്ടുകാർക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ നിലയ്ക്ക് ഇനിയും അതിനെ നിർത്തിക്കൊണ്ടിരുന്ന... യു ആർ കറക്റ്റ്. ആനയുടെ ചെലവ്, പാപ്പാന്റെ ചെലവ് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടും ഇതിനെ ലേലം ചെയ്യുന്നതാണ് നല്ലത്. ആനയെ നിങ്ങൾക്ക് കയറാൻ ഉത്തരവായിരിക്കുന്നു. അപ്പൊ തവണ അടക്കണ്ടേ സാർ? അതൊക്കെ കാശ് കിട്ടുമ്പോ സൗകര്യം പോലെ അടച്ചാൽ മതി. സന്തോഷായല്ലോ. പിന്നെ വേറൊരു കാര്യം, ആനയുടെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് ആനയെ നന്നായിട്ട് നോക്കണം. അപ്പൊ നിങ്ങൾ വരട്ടെ. ഓക്കെ, വരട്ടെ അച്ഛനെ. ഇപ്പൊ നിന്റെ പിണക്കൊക്കെ മാറിയില്ലേ? എന്റെ മോളെ പുഴയെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഞാനൊരു സുന്ദരിയാക്കും. പിന്നെ അയ്യാ, പിന്നെ മാഷേ, ഒന്നിങ്ങോട്ട് വരിക. മേൻ കർത്താവായിരിക്കുമ്പോ എന്താ ചേർക്കണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് ചോദിച്ചില്ല. അപ്പോ തും കർത്താവായിരിക്കുമ്പോഴോ? ഹും. ഹോ. അത്യാവശ്യം പറയാനുള്ള ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുമല്ല, ഇവിടെ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പോകുന്ന കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. ഇന്ന് തന്നെ പോയിക്കൊള്ളാം. എന്റെ മകളുടെ കല്യാണം 4 ആളറിയേ ഈ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മാഷക്ക് എന്റെ മോളെ കെട്ടാൻ ഇഷ്ടമാണോ? അത് ഞാൻ... എന്തേ ഇഷ്ടമില്ലാന്നുണ്ടോ? അയ്യോ, അതല്ല. പിന്നെ അത് മാഷിനെ കണ്ട അന്ന് മുതലേ എനിക്ക് നല്ല ഇഷ്ടായി. കല്യാണം നമുക്ക് ഉടനെ നടത്തണം. നാളെ തന്നെ പോയി മാഷ് വീട്ടിട്ട് ഇപ്പൊ തന്നെ പോവാം. ഇന്നിപ്പോ സമയം എത്രയായില്ലേ? നാളെ പോയാ മതി. വേണ ഇപ്പൊ തന്നെ പോയിക്കോട്ടെ. കൽ ജാനേമേം ബോൽത്താ. आज जाने में क्या तकलीफ है? जाओ मास्टर जी. माँ, बाप, मास्टर जी, खाना तैयार है, आइए. ഇപ്പൊ എങ്ങനെയുണ്ട് മാഷേ? ഇതൊരു ഹിന്ദി കുടുംബം അല്ലെന്ന് ആരാ പറയാ? देखो देखो ദേക്കോ ദേക്കോ പോടി ഓടുന്നു. सॉरी मास्टर जी. നിന്നെ ഞാൻ കൊല്ലുടോ. ആനെ കൊല്ലാൻ ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ. നിന്നെ ഇനി ഇവിടെ അങ്ങനെ കണ്ടാലുണ്ടല്ലോ. എന്താണോ നോക്കുന്നത്? എഴുതിട്ട് പോടാ. കണ്ടോ, മാഷ് പോവാൻ എത്ര നന്നായി. വരൂ മാഷെ, വരൂ.
ആ മാഷ് പോയോ? മാഷോ? അയ്യടാ, പിന്നെ നമ്മുടെ വിനയൻ. ആ വിനയം പോയോ? അത് രാവിലെ തന്നെ പോയല്ലോ. നോക്കൂ നോക്കൂ, നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. വിനയൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലെന്നാ തോന്നണേ. അതെന്താ? വീട്ടുകാരെ വിളിച്ചോണ്ട് വരാനുള്ള തിടുക്കായിരിക്കും. ആഹാ. അച്ഛാ, നമ്മുടെ വിദ്യക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഒരു ഉഷാറില്ല, എന്തോ പറ്റിയതുപോലെ. എനിക്കും സംശയമില്ലാതില്ല. 2 ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നേരെ കേട്ടോ, എനിക്കും തോന്നി. ഇനിയിപ്പോ കുരുത്തം കേട്ടോ വാസു വല്ലതും. അപ്പോഴേ ഈ ആനയുടെ വയറ്റില് മുഴുവൻ നീരാ, ഉള്ളില് പഴുപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാ, ഈ പച്ചലരച്ച് ശർക്കര ചാലിച്ചിട്ട് ഒരു 3 നേരമായിട്ടൊന്ന് കൊടുത്തു നോക്കുക. എന്നാലും വലിയ പ്രയോജനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഘവൻ നായരും കൂടി കൈയൊഴിയാണ്. ഇപ്പൊ നേരെ എന്നെ കൊണ്ടാവുന്നതല്ലേ പറ്റൂ. ഞാൻ പറയുന്നതുകൊണ്ട് അയ്യപ്പനാര് വിഷമിക്കരുത്. ഈ ആന രക്ഷപ്പെടാന്ന് വെച്ചാ വളരെ പ്രയാസാണ്. ഒരു കുറവും കാണില്ലല്ലോ. എനിക്ക് അവളെ കാണാൻ വയ്യാത്ത. ആ മരുന്ന് ഒരു പ്രാവശ്യം കൂടെ കൊടുക്കായിരുന്നില്ലേ? എല്ലാം കൊടുത്തു. അയ്യോ അയ്യോ, എനിക്ക് എന്താ ചെയ്യാം? എനിക്ക് ആകെ തളരണ പോലെ തോന്നുന്നു. കുറച്ചു നേരം ഒന്ന് കിടന്നോളൂ. ഈശ്വര, അയ്യോ ഭഗവതി, അയ്യോ എന്റെ ഭഗവാനെ, അയ്യോ എന്താ? എന്റെ ഈശ്വര, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല മാധവി. പിന്നെ എന്ത് ചെയ്യും? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. വരും. നമ്മുടെ ആന പ്രസവിച്ചത് കണ്ടോ? എന്റെ പൊന്നി ചക്കരക്കുട്ടനാ. നീ എത്ര നീ ഓട പൊന്നെ. എടാ ഇങ്ങോട്ട് വരെ.
മോനെ കുസൃതി. എടി, ഇവിടെ വാ. എടി, ഇങ്ങോട്ട് വാടാ. പക്ഷെ പോയെ. എടി, ഇങ്ങോട്ട് വാടാ. വരെ. എടി, ഇങ്ങോട്ട് വാടാ. വള്ളം. എടാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നിന്നെ ഞാൻ ഊഞ്ഞാലാട്ടാം. എടാ, കുസൃതി കൂട്ടാ. അച്ഛനും അമ്മയാണ്. ആഹാ, നമസ്കാരം. വരൂ വരൂ, അകത്തോട്ട് അകത്തോട്ട് ഇരിക്കാം. ഇരിക്കാം. വരൂ. ഇത് കണ്ടോ മാഷേ? ഇവരൊക്കെ ഞങ്ങൾ അയ്യോ ഇതാണ്